ഒരിക്കലുമല്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളെക്കുറിച്ച് പോലും നിങ്ങൾ എഴുതി വെച്ചു, മുജാഹിദല്ലാത്ത ആളെക്കുറിച്ച് പോലും എഴുതി വെച്ചു. മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാന്യനായ അഷ്റഫുൽ ഹൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളാണ്. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. പാണക്കാട് ശിഹാബ് തങ്ങൾ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ അനുയായിയാണെന്ന് പറഞ്ഞാൽ മുസൈലിമത്തുൽ കദ്ദാബ് മുസ്ലിമാണോ? മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികൾ മുസ്ലിങ്ങളാണോ? ഇതാരാ എഴുതി വെച്ചത്? മേനോൻ സമസ്തക്കാരല്ലേ? മേനോൻ സമസ്തക്കാരാരെയാ കാഫറാക്കാതെ വിട്ടത്? അതുകൊണ്ട് അവസാനിച്ചോ? വീണ്ടും കാണാം. കൂറ്റനാട് മുസ്ലിയാര് മുജാഹിദാണോ? മുജാഹിദുകാരനാണോ? വഹാബിയാണോ? മൗദൂദിയാണോ? അല്ല. ആ കൂറ്റനാട് മുസ്ലിയാര് കാഫിറാണ് എന്ന് സിറാജിൽ ഒരു സെക്രട്ടറിയുടെ അഭിപ്രായമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ സെക്രട്ടറി എങ്ങനെ ഫത്വ പുറപ്പെടുവിച്ചു എന്ന് സിറാജിൽ 1989 നവംബറിൽ കൂറ്റനാട് മുസ്ലിയാര് കാഫിറാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവസാനിച്ചോ കാഫിറാക്കൽ? ഇല്ല കേട്ടോ, ഇല്ല. നേരെ മറിച്ച് ഒരു വലിയ എന്ന് പറയപ്പെടുന്ന ഒരാളെ കുറിച്ച്, ആരാ വലിയ എന്നറിയുമോ? അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയ മൗലിദ് കിതാബാണിത്. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ. ആ EK അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഇതിൽ കാണാം, ഈ മൗലിദിൽ കാണാം, വലിയുൻ ആരിഫും ബില്ലാഹ് കരീമുൻ ആബിദുൽ ലില്ലാഹ് ശഹീറുൻ ബൈന ഖൽഖില്ലാഹ് ശംസുൽ ഉലമ വലിയുല്ലാഹ്. അല്ലാഹുവിന്റെ വലിയായ ശംസുൽ ഉലമ എന്ന് ഈ മൗലിദ് കിതാബിൽ പറഞ്ഞ ആ വലിയനെ കുറിച്ച് പോലും വലിയാണെന്ന് പറയുന്ന ആളെ കുറിച്ച് പോലും പറഞ്ഞതെന്താ? മേനോ സമസ്തക്കാര് പറഞ്ഞതെന്താ? അദ്ദേഹം കുഫ്രിയത്തിലെത്തി എന്നല്ലേ? കഫറു എന്നല്ലേ? കഫറു എന്ന് പറഞ്ഞാൽ അത് ജമ്മന്റെ സീഗയുള്ളതല്ലേ? അപ്പോൾ ഒരാൾ മാത്രമാണോ? ഇനി കഫറ എന്ന് അതേ വഹദാന്റെ സീഗയോട് പറഞ്ഞാലും EK അബൂബക്കർ മുസ്ലിയാരുടെ ബാധകമാണ് എന്നത് കൃത്യമായി തെളിഞ്ഞില്ലേ? ഇനി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള സാക്ഷാലുള്ള ആട്ടങ്ങൾ തന്നെ ആ വാചകം ആവർത്തിച്ചിരുന്നത് എന്റെ സഹോദരങ്ങൾ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ്. കേട്ടോളൂ ആ വാചകം. അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാൽ തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ വരാൻ ചെല്ലി സ്ഥലം വിളിക്കും. സ്ഥലം വിളിച്ചതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാനൊന്ന് അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കും. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അയക്കുമല്ല. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ പറഞ്ഞവരൊക്കെ എവിടെ പോയി? രാജോദ്യം ഞാൻ പറഞ്ഞു, ഇനിയും ഇപ്പോഴും പറയാ, പറഞ്ഞവരൊക്കെ എവിടെ പോയി? ആരാ പറഞ്ഞത്? CM മടവൂര് പറഞ്ഞു കഫറു, കഫറ എന്ന് പറഞ്ഞാല് കാഫറ എന്ന് മൂപ്പര് പറയാൻ പല അർത്ഥമുണ്ട്. നിങ്ങൾ പറയുമ്പോ പല അർത്ഥം, മുജാഹിദിന് പറഞ്ഞാല് ഒരർത്ഥം. അങ്ങനെ ഉണ്ടോ? എന്നിട്ട് പുസ്തകം ഇറക്കി ഇവർ എന്താണെന്നറിയാം കേട്ടോ. കുഫറിനെ പറ്റി പറയാ. കുഫർ എന്ന പദത്തിന് ഭാഷാപരമായി നിരവധി അർത്ഥങ്ങളുണ്ട്. എഴുതി വെച്ച് പഠിക്കണം. കാഫറാക്കി എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു തീർന്നോ?
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർന്നോ? മുജാഹിദികളല്ലാത്തവരെ കുറിച്ച്, മുജാഹിദികളെ എതിർക്കുന്നവരെ കുറിച്ച് ഇവിടുത്തെ ഔദ്യോഗിക സമസ്ത എന്ന് ഇന്ത്യയിലെ കോടതി വിധിച്ച ഔദ്യോഗിക സമസ്തയിലെ അത്യുന്നതരായ നേതാക്കന്മാരെ കുറിച്ച് കഫറ എന്ന് പറഞ്ഞതും അവരെ കാഫിറാക്കിയതും ആ തക്ഫീർ നടത്തിയതും ന്യായീകരിക്കുന്നവർ ഞങ്ങളോട് സംസാരിക്കുന്നു, ഞങ്ങളോട് സദാചാരം പറയുന്നു, ഞങ്ങളോട് ചരിത്ര പ്രസംഗം നടത്തുന്നു. അതിനുള്ള യോഗ്യത ഇയാൾക്കില്ല. കേട്ടോളൂ, എന്താ പറയുന്നത്? കുഫ്ർ എന്ന പദത്തിന് ഭാഷാപരമായി നിരവധി അർത്ഥങ്ങളുണ്ട്. സത്യനിഷേധി എന്നത് പല അർത്ഥങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഖിതാലുഹു കുഫ്റുൻ എന്നൊരു പ്രയോഗമുണ്ട്. പരസ്പര യുദ്ധം നന്ദികേടാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഒരാൾ മറ്റൊരാളെ വധിച്ചാൽ കാഫിറാകുമെന്ന് സമർത്ഥിക്കാൻ പറ്റുമോ എന്നിങ്ങനെ വിശദീകരിച്ച് വീണ്ടും ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് കേട്ടോളൂ. സമയക്കുറവ് മൂലമാണ് കുറച്ച് വായിക്കുന്നത്, വേണ്ടി വന്നാൽ പിന്നെ വായിക്കാം. എന്താണ് പറയുന്നത് കേട്ടോളൂ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ആളെ കുറിച്ച് കാഫിർ എന്ന പദം ഉപയോഗിക്കാമെന്ന് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ കാണാം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ആളെ കുറിച്ച് കാഫിർ എന്ന പദം ഉപയോഗിക്കാമെന്ന് ഇബ്നു ഹജർ അസ്കലാനി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കാണാം. എന്താ ഈ പറഞ്ഞത്? ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ കാഫിറേന്ന് വിളിക്കുക. അതുകൊണ്ട് ഉള്ളാൾ തങ്ങള് ശംസുലമയെ കാഫിറേന്ന് വിളിച്ചത്. അത് ന്യായീകരിക്കാറൊക്കെ മുക്കായത്. ശംസുലമയുടെ ഈ വാചകത്തെ ന്യായീകരിക്കാൻ മുക്കിറക്കിയപ്പോ ശംസുലമ, ആ ശംസുലമയല്ല ഉള്ളാട്ടങ്ങൾ, താജുലുലമ എന്ന് പറയുന്ന ഉള്ളാട്ടങ്ങൾ ശംസുലമ കാഫിറാണ് എന്ന് പറഞ്ഞ ആ വാചകത്തെ ന്യായീകരിക്കാൻ വേണ്ടി മുക്കിറക്കിയപ്പോൾ ഇബ്നു ഹജർ അസ്കലാനിയുടെ ഈ വാർത്ത നിങ്ങൾക്ക് തെളിവാ. എന്ത്? ഒരു മുസ്ലിമിനെ കാഫിറെന്ന് വിളിക്കാൻ അല്ലേ? ആ രൂപത്തിൽ അതിനെ ന്യായീകരിച്ച് കിതാബിൽ നിന്ന് തെളിവ് ധരിച്ചിട്ട് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ കാഫിറാക്കുന്ന ആൾക്കാരാണ് എന്ന്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നു? ഇല്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ കാഫിറാണ് എന്ന് പറയുക മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളുണ്ട്, ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചുപോയ അറിയപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, അറിയപ്പെട്ടൊരു പണ്ഡിതനായിരുന്ന നാട്ടിക മൂസ മൗലവി. അറിയാലോ, മുജാഹിദുകാരനല്ലോ, മുജാഹിദിന്റെ എതിരാളിയാണല്ലോ, ഇവിടെ അറിയപ്പെട്ട സമസ്തയുടെ ഔദ്യോഗിക വാഗ്ദാവാണല്ലോ. ആ ഇ കെ ഗ്രൂപ്പുകാരനായിരുന്ന ഈ പറഞ്ഞ നമ്മുടെ നാട്ടിക, ആ നാട്ടിക മൂസ മൗലവി മരിച്ചപ്പോ സൂഉൽ ഖാത്തിമത്തായിക്കൊണ്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ നാവ് തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചത്, ഒരു മുസ്ലിമാണല്ലോ, അദ്ദേഹം മുസ്ലിമാണോ അല്ലേ? പറയണം നിങ്ങൾ, മുസ്ലിമാണോ അല്ലേ? അങ്ങനെ മുസ്ലിമാണെങ്കിൽ അദ്ദേഹം മുജാഹിദ് അല്ലല്ലോ, വഹാബി അല്ലല്ലോ, മൗദൂദി അല്ലല്ലോ, വേറൊന്നുമല്ലല്ലോ, ഇവിടുത്തെ സമസ്തക്കാരെ ഗണത്തിൽപ്പെട്ട ആൾ തന്നെയല്ലേ? അതെ. പക്ഷേ മേനോ സമസ്തയുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലശേഷം ഒരു തങ്ങൾ തന്നെ പ്രസംഗിച്ച അദ്ദേഹത്തിന് നാവുണ്ടായില്ല. ഞാൻ പറഞ്ഞിട്ട് കുറഞ്ഞുകൊണ്ടാ, ഉള്ളാത്തങ്ങൾ തന്നെ അത് പറയട്ടെ. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു എല്ലാത്തിനും മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി എന്ന് എനിക്ക് അവന്റെ നാവില്ല. കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. ഇത് ഞാൻ പറയല്ല, ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു എല്ലാത്തിനും മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി എന്ന് എനിക്ക് അവന്റെ നാവില്ല. കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. ഇത് ഞാൻ പറയല്ല, ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. കണ്ടോ? നാട്ടിക മൂസോല് മരിച്ചു നോക്കുമ്പോ നാക്കില്ല. ഉള്ളാടങ്ങൾക്കെതിരെ പറഞ്ഞാണ്. മേനോ സമസ്തക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് മരിച്ചപ്പോ നാക്കില്ല. സമസ്തക്കാരനായി ജീവിച്ചു മരിച്ചൊരു പണ്ഡിതനാണ്, മുജാഹിദായിട്ടില്ല അദ്ദേഹം. ആ മനുഷ്യന്റെ പേരിൽ പോലും ഈ ജാതി പറയുന്ന കൗമ്, അത് നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അനുയായിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു മനുഷ്യനെ കുറിച്ച് ഒരു വലിയ സദസ്സിന്റെ മുന്നിൽ വാങ്ങു പറയാം മുസ്ലിയാര് അല്ലേ? ഇവരാ നമ്മളോട് പറയാ, ഇവിടെ വന്ന് മുതലക്കണ്ണീരൊഴുക്കുക. ഇനി